നമസ്കാരം. ആത്മീയ യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് പണത്തെ ആകർഷിച്ച് നമ്മളിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി നമ്മൾ ചൊല്ലേണ്ട ഒരു അത്ഭുത മന്ത്രവാക്ക് എന്ന് തന്നെ പറയാം ഈ ഒരു വാക്കിനെ കുറിച്ചാണ്. അതിനു മുന്നേ നമ്മൾ ഒരുപാട് നിത്യദേവതയുടെ വീഡിയോകൾ ചെയ്തിരുന്നു. അതിൽ പലർക്കും ചെറുതും വലുതുമായ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിയെടുക്കുവാൻ സാധിച്ചു എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നലെ നമുക്ക് വന്നൊരു കമൻറ്റാണ് 1 കോടി രൂപ ലോട്ടറി സമ്മാനമായിട്ട് ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. എത്രയോ പേർ അവരുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റിയെടുക്കുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ചെറിയ തുകകളിൽ മുതൽക്ക് വലിയ തുകകൾ വരെയും നേടിയെടുക്കുവാൻ സാധിച്ച ഒരു അത്ഭുത മന്ത്രവാക്കാണ് നിത്യദേവതയുടെ. വിശ്വാസത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും ദേവത നമ്മളെ അനുഗ്രഹിക്കുകയും നമുക്ക് ആവശ്യമായ പണം നമ്മളിലേക്ക് എത്തിച്ചു തരുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പായ ഒരു കാര്യമാണ്. അങ്ങനെ ഉള്ള ഒരുപാട് മന്ത്രവാക്കുകളോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ഒരു മന്ത്രവാക്ക് എന്ന് പറയുന്നത് അത്ഭുതകരമായി പണം നമ്മളെ തേടി വരുവാനുള്ള ഒരു വാക്കാണ്. പലർക്കും നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ട് ഫലം ലഭിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് തന്നെ. അതുകൊണ്ട് നിങ്ങൾ ധൈര്യപൂർവ്വം ഈ ഒരു മന്ത്രവാക്ക് ജപിക്കാം. ഈ ഒരു വാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിത്യം ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിധത്തിലുള്ള പണക്കഷ്ടങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ ആവശ്യപ്പെടുന്ന പണം നമ്മളെ തേടി വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിട്ട് ഇതുവരെയും നമ്മളിലേക്ക് തിരികെ വന്നിട്ടില്ല, ആ പണം നമ്മൾ ഒരുപാട് തവണ ചോദിച്ചു നോക്കി എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരുണ്ടെങ്കിലും അവരുടെ ആ ഒരു പണപ്രശ്നങ്ങളെ തീർത്തെടുക്കുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത മന്ത്രമാണ്. ഈ മന്ത്രം ആർക്കു വേണമെങ്കിലും ചൊല്ലാം. തിങ്കൾ, ബുധൻ, വെള്ളി എന്നീ 3 ദിവസങ്ങളിലായിരിക്കണം നമ്മൾ ഈ മന്ത്രം ചൊല്ലിത്തുടങ്ങേണ്ട ദിനം എന്ന് പറയുന്നത്. ബാക്കിയുള്ള ദിവസം ചൊല്ലരുത് എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ആദ്യം ചൊല്ലിത്തുടങ്ങുമ്പോൾ തിങ്കൾ, ബുധൻ, വെള്ളി എന്ന 3 ദിവസങ്ങൾ തിരഞ്ഞെടുക്കുവാനായിട്ട് ശ്രമിക്കുക. ഇനി ഏതു സമയത്താണ് ചൊല്ലേണ്ടത്? ഒന്നുകിൽ രാവിലെ ഉണർന്ന ഉടൻ അല്ലെങ്കിൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ മന്ത്രവാക്ക് ഒരു ദിവസത്തിൽ 108 പ്രാവശ്യം ജപിക്കാവുന്നതാണ്. പൂജാമുറിയിൽ കയറണമെന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ശാന്തമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് നമ്മൾ എങ്ങനെയാണോ സ്വിച്ച് വേർഡുകൾ, ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെല്ലാം ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ ശാന്തമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് വടക്കു ദിശ നോക്കി നമ്മൾ ഇരിക്കണം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, വടക്കു ദിശയിലാണ് നമ്മൾ നോക്കിയിരിക്കേണ്ടത്. എന്തു കാരണമാണ് എന്ന് ഞാൻ വഴിയേ പറയാം. നമ്മൾ വടക്കു ദിശ നോക്കി ഇരുന്നു കൊണ്ട് നമ്മൾ കണ്ണുകൾ അടച്ച് ഈ മന്ത്രവാക്ക് 108 പ്രാവശ്യം പറയാം. ഇനി നമുക്കതിന് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ ഉണർന്നത് മുതൽ ഉറങ്ങുന്നത് വരെയും ഏതൊരു സമയത്ത് വേണമെങ്കിലും ഒരു 5-10 മിനിറ്റ് ഈ ഒരു മന്ത്രം ജപിക്കുവാൻ വേണ്ടി മാറ്റിവെക്കുക. പിന്നീടുള്ള സമയത്തെല്ലാം നിങ്ങൾക്ക് ഓർമ്മയിൽ വരുന്ന സമയത്ത് ഈ മന്ത്രം ജപിക്കുക. അപ്പോൾ ആ മന്ത്രം ഇതാണ്: മണിഭദ്ര, 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 മണിഭദ്ര. ഇത് നിങ്ങൾക്കൊരു പേരായി തോന്നുമെങ്കിൽ പോലും ഞാനിവിടെ ഒരു കാര്യം പറയാം. മണിഭദ്ര എന്നുള്ളത് നോർത്ത് ഇന്ത്യൻസ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മന്ത്രവാക്കാണ്. ഈ മണിഭദ്ര എന്നുള്ളത് വേറെ ആരുമല്ല, നമുക്കെല്ലാവർക്കും വ്യക്തമായി അറിയുന്ന, നമ്മുടെ പണ ആവശ്യങ്ങളെ നിറവേറ്റി തന്ന് നമ്മളെ അനുഗ്രഹിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന യക്ഷരുടെ രാജാവ് എന്നറിയപ്പെടുന്ന കുബേര ഭഗവാന്റെ പുത്രനായാണ് അറിയപ്പെടുന്നത്. അതായത് കുബേരപുത്രനാണ് ഈ മണിഭദ്ര എന്നുള്ളത്. ഒരു പണസഞ്ചി തൻ്റെ കൂടെ എപ്പോഴും സൂക്ഷിക്കുന്ന ഒരാൾ കൂടിയാണ് ഈ മണിഭദ്ര എന്നുള്ള ദൈവം എന്ന് പറയുമ്പോൾ യക്ഷരുടെ രാജാവ്. കുബേരനും അദ്ദേഹത്തിൻ്റെ പത്നിയായ ഭദ്രയ്ക്കും 2 പുത്രന്മാരാണ് ഉള്ളത്. ഒന്ന് മണിഭദ്രനും രണ്ടാമത് നളകുവാരനും. ഇവർ 2 പേരും സഹോദരന്മാരാണ്. മാത്രമല്ല രാമായണത്തിൽ മണിഭദ്രൻ ലങ്കയെ രക്ഷിക്കുവാൻ വേണ്ടി രാവണനോട് യുദ്ധം ചെയ്തതായിട്ടും പറയപ്പെടുന്നുണ്ട്. ഇവർ ഒരു യക്ഷരാജാവ് തന്നെയാണ്, അല്ലെങ്കിൽ യക്ഷൻ തന്നെയാണ്. മണിഗ്രീവൻ, കുബേരപുത്രൻ, യക്ഷരാജാവ്, യക്ഷാധിപതി എന്നുള്ള പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഇവർ വസിക്കുന്ന സ്ഥലം അളകാപുരിയാണ്. അളകാപുരിനാഥൻ എന്ന് നമ്മൾ കുബേര ഭഗവാനെ പറയില്ലേ, അതുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ മന്ത്രവും ഉണ്ട്. ഓം യക്ഷാധിപതി കുബേരപുത്ര മണിഭദ്രായ നമഃ എന്നുള്ളതാണ് മന്ത്രം. പക്ഷെ നമുക്കത് എല്ലാ സമയത്തും ഓർത്തെടുത്ത് ചൊല്ലുവാൻ സാധിക്കില്ല എന്ന കാരണം കൊണ്ടാണ് പണത്തെ സംബന്ധിച്ചുള്ള എല്ലാ പ്രശ്നങ്ങളെയും മാറ്റിയെടുക്കുവാൻ വേണ്ടി നമ്മൾ ഓം മണിഭദ്ര അല്ലെങ്കിൽ വെറും മണിഭദ്ര എന്നുള്ള മന്ത്രം ജപിക്കുക എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഞാൻ
ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു സംശയമുണ്ട്, എനിക്കിതെല്ലാം ശരിയാകുമോ എന്നുള്ള ഉറപ്പില്ല എന്നെല്ലാം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു 7 ദിവസം നിങ്ങൾ ഞാൻ പറഞ്ഞ രീതിയിൽ വൈകുന്നേരമോ രാവിലെയോ കുളിച്ച് ശുദ്ധമായിട്ട് നമ്മൾ വടക്കുദിശയുടെ അധിപൻ എന്നറിയപ്പെടുന്നത് കുബേര ഭഗവാനാണ്. അങ്ങോട്ട് വടക്കുദിശ നോക്കി ഇരുന്നു കൊണ്ട് നമ്മൾ മണിഭദ്ര 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 എന്ന നാമം ഉച്ചരിച്ചു കൊണ്ടേയിരിക്കുക. 108 പ്രാവശ്യം എന്ന് നിങ്ങൾക്ക് കണക്കിലെടുക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് നമ്മൾ ഫോണിൽ അലാറം സെറ്റ് ചെയ്ത് വെച്ച് വേറെ ഏതൊരു വിധത്തിലുള്ള ഡിസ്റ്റർബൻസും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മന്ത്രവാക്ക് ജപിച്ചുകൊണ്ടേ ഇരിക്കാവുന്നതാണ്. ഇനി ഇതിനും നിങ്ങൾക്ക് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നിത്യവും കിടന്നുറങ്ങുവാൻ പോകുന്നതിന് മുന്നേ 108 പ്രാവശ്യം മനസ്സുരുക്കി നമ്മുടെ പണ ആവശ്യങ്ങൾ നിറവേറ്റി തരുവാൻ വേണ്ടി കുബേര ഭഗവാനെയും മണിഭദ്രരെയും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ മണിഭദ്ര എന്നുള്ള ഈ മന്ത്രവാക്ക് 108 തവണ എഴുതാവുന്നതാണ്. ഇത് നിങ്ങൾ 7 ദിവസം ചെയ്തു നോക്കൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ചെറിയ പണ ആവശ്യമാണ് ഉള്ളത്, ഉടൻ തന്നെ നാളെ എനിക്ക് 2000 രൂപ ആവശ്യമാണ് അല്ലെങ്കിൽ ഒരു 5000 രൂപ ആവശ്യമാണ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇത് പറഞ്ഞ് 24 മണിക്കൂറിൽ പണം നമ്മളെ തേടി വരും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രവാക്കാണ് ഇത്. ആരെല്ലാം പണം ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നുവോ, പണം നമ്മുടെ കൈകളിൽ തങ്ങി നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നുവോ, നമ്മുടെ കയ്യിൽ 1 രൂപ പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കുന്നുവോ, അവർക്കെല്ലാവർക്കും ഏറ്റവും സമാധാനിക്കാവുന്ന ഒരു മന്ത്രവാക്കാണ് ഈ മണിഭദ്ര എന്നുള്ള ഈ മന്ത്രവാക്ക്. ജപിക്കും തോറും, അതായത് ആദ്യത്തെ ദിവസം ജപിക്കുമ്പോൾ തന്നെ നമുക്ക് ഫലം ലഭിക്കും. പക്ഷെ നമ്മൾ തുടർച്ചയായിട്ട് വിശ്വാസത്തോടു കൂടി ജപിക്കും തോറും ഫലം ഇരട്ടിയായി നമ്മളിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. കാരണം മണിഭദ്ര എന്നുള്ളത് കുബേരപുത്രനാണ്. കുബേര ഭഗവാനെ പ്രാർത്ഥിച്ച അതിൻ്റെ ഫലം നമുക്ക് എങ്ങനെ ലഭിക്കുമോ അതിൻ്റെ തുല്യമായ ഫലമാണ്, അതിനേക്കാൾ ഇരട്ടി എന്ന് തന്നെ പറയാം. എപ്പോഴും മക്കളെ നമ്മൾ പൂജിക്കുമ്പോൾ നമുക്ക് അച്ഛന്മാരുടെ അനുഗ്രഹവും മക്കളുടെ അനുഗ്രഹവും ഉണ്ടാകുമെന്നുള്ള കാര്യം അറിയാം. അത് നമുക്ക് മുരുക ഭഗവാൻ കാര്യത്തിലും നമുക്ക് അങ്ങനെ തന്നെയാണ്. നമ്മൾ മുരുക ഭഗവാനെ പ്രാർത്ഥിച്ച് മന്ത്രവാക്കുകൾ ചൊല്ലുന്ന സമയത്ത് നമുക്ക് ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹവും ഉണ്ടാകുമെന്നുള്ള കാര്യം. അങ്ങനെ തന്നെയാണ് മണിഭദ്ര എന്നുള്ള കുബേരപുത്രനെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് കുബേര ഭഗവാന്റെ അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മുടെ പണ തടസ്സങ്ങൾ മാറിക്കിട്ടും, നമ്മുടെ സാമ്പത്തിക ഉയർച്ച നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എണ്ണം കണക്കിലെടുക്കാതെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നിങ്ങൾ ഇത് എഴുതുകയോ ചൊല്ലുകയോ ചെയ്യാം. ഇനി അതുപോലെ തന്നെ നിത്യവും ജപിച്ചാൽ ഏറെ ഫലം എന്നാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. ഇനി നിത്യം ജപിക്കാൻ സാധിക്കാത്തവർ നമ്മൾ ഒരു 7 ദിവസം തുടർച്ചയായിട്ട് ഇത് ചൊല്ലി നോക്കൂ. തീർച്ചയായിട്ടും എത്ര രൂപ വേണമെങ്കിലും നമ്മളെ തേടി വരും. നമ്മുടെ പണക്കഷ്ടങ്ങളെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എങ്ങനെ നമ്മൾ നിത്യകാദേവതയെ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചോ അതുപോലെ തന്നെ വിശ്വാസത്തോടു കൂടി പണത്തെ നമ്മളിലേക്ക് കൊണ്ടെത്തിക്കുവാൻ സാധിക്കുന്ന ഈ ഒരു മന്ത്രവാക്ക് മണിഭദ്ര എന്നുള്ള ഈ മന്ത്രവാക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ചൊല്ലി നോക്കുക. നമുക്കൊരു ദിവസത്തിൽ ഒരുപാട് സമയമുണ്ട്. വേറെ ഏതെങ്കിലും കാര്യങ്ങളിലേക്ക് തിരിഞ്ഞ് നമുക്ക് ടെൻഷനുകളെല്ലാം നമ്മൾ അനുഭവിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ഇതുപോലുള്ള മന്ത്രവാക്കുകൾ, സ്വിച്ച് വേർഡുകൾ എന്നിവയെല്ലാം ചൊല്ലുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇത് ആവർത്തിച്ച് പറയുന്നത്. സമയം കിട്ടുമ്പോഴെല്ലാം മണിഭദ്ര 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 എന്നുള്ള ഈ മന്ത്രവാക്ക് ഉച്ചരിച്ചു കൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് ഫലം കിട്ടിയതിനു ശേഷം മാത്രം നിങ്ങൾ ഇതുപോലുള്ള മന്ത്രം ജപിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇത് ജപിച്ചാൽ ഫലം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കുവാനായിട്ടും ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മന്ത്രവാക്കുകൾ, ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ, സ്വിച്ച് വേർഡുകൾ, ഏഞ്ചൽ നമ്പറുകൾ എന്നിവയെക്കുറിച്ചും അതുപോലെ തന്നെ താന്ത്രികങ്ങൾ, വഴിപാട് രീതികൾ എന്നിവയെക്കുറിച്ചും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം.